അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ രാഗേഷാണ്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കുറേ വാർത്തകൾ കാണുമല്ലോ അല്ലേ? അതെ, പ്രത്യേകിച്ച് ഡോക്ടർ അനിൽ മേനോന്റെ ബഹിരാകാശ യാത്ര ഇന്നാണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം പത്രങ്ങളിലൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് പോയി വാ അനിൽ എന്നുള്ളതാണ്. അത് നമുക്ക് പോയി വാനിൽ എന്ന് വേണമെങ്കിൽ അത്തരത്തിലും വായിക്കാം. യാത്ര ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി അനിൽ മേനോന്റെ ചിത്രങ്ങൾ സഹിതം നൽകുകയും ചെയ്തിട്ടുണ്ട്. ബഹിരാകാശം താണ്ടുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖിസ്ഥാനിൽ നിന്നാണ് യാത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാകേഷ് ശർമ്മയുടെ ആദ്യമായി ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മയുടെ പ്രതികരണം സഹിതം അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതികരണം സഹിതമാണ് ആ വാർത്ത ഏതായാലും മലയാള മനോരമ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വീണ്ടും കലങ്ങി ഹോർമുസ് എന്നുള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഉയരുകയാണ്. 5% ഇപ്പോൾ തന്നെ കൂടി. ബാരലിന് $80 തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ആഗോള ഇന്ധന വിപണിയെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷം പിടിച്ചുലയ്ക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഒപ്പം തന്നെ നിയന്ത്രണം ഏറ്റെടുത്തെന്നും ഹോർമുസിൽ 20% ടോൾ ഏർപ്പെടുത്തുമെന്നുമുള്ള ട്രംപിൻ്റെ അവകാശവാദമൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത് മലയാള മനോരമ. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ അത് മുഴുവൻ ഭൂമിയും അളക്കാൻ കേരള വാഴ്സിറ്റി എന്നുള്ള വാർത്ത ഒന്നാം പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് AKG സെൻറ്ററിനായി ഭൂമി കയ്യേറിയെന്ന കേസിൽ ഇക്കാര്യമൊക്കെ തന്നെ നിർണായകമാകും തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം കേരള സർവകലാശാലയുടെ മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. പാളയത്ത് സർവകലാശാല ആസ്ഥാനത്തെ ഭൂമിയിൽ നിന്ന് അനുവദിച്ച സ്ഥലത്ത് CPM നിർമ്മിച്ച AKG സെൻറ്ററിനായി കൂടുതൽ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ നിയമ പോരാട്ടം തുടരവെയാണ് ഇത്തരത്തിലുള്ള നിർണായക തീരുമാനം എന്ന കാര്യം കൂടി അതിനകത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ലേഡീസ് ഫസ്റ്റ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോർഡ്സിലെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നു. ആ വാർത്തയാണ് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ചൂടിയത്. പ്രത്യേകിച്ച് യാഷ്ടിക ഭാട്ടിയുടെ സെഞ്ചുറി നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ സ്നേഹ റാണയുടെ ബൗളിംഗ് പ്രകടനമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വാർത്ത ഏതായാലും ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മലയാള മനോരമ. കായിക പേജിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇന്ന് സെമി ഫൈനലാണ്. സ്പെയിനും ഒപ്പം തന്നെ ഫ്രാൻസും ഏറ്റുമുട്ടുമ്പോൾ അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് സിംഹവേട്ട എന്നുള്ളതാണ് മലയാള മനോരമ. അവിടെ നിന്ന് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ അനിൽ മേനോന്റെ യാത്ര തന്നെയാണ് ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ അത് രണ്ട് വാർത്തകൾ ചേർത്ത് വെച്ചാണ് ആ വാർത്ത ഏതായാലും കൈകാര്യം ചെയ്തിരിക്കുന്നത് മാതൃഭൂമി. ഒന്ന്, ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഒന്നാം സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് സഞ്ചാരപഥം എന്നാണ് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. മറ്റൊന്ന്, ബഹിരാകാശത്ത് മലയാളി താരകം അനിൽ മേനോന്റെ യാത്ര ഇന്ന് അഭിമാന പദം എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് PSCയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് അവിടെ ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത് ഓഫീസിൽ എത്തി എന്നുള്ള വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അന്വേഷണത്തെ എതിർക്കേണ്ടതില്ല എന്നാണ് PSCയുടെ തീരുമാനം എന്നുകൂടി അതിനകത്ത് പറഞ്ഞു വെക്കുന്നു. മാത്രവുമല്ല, എല്ലാ രേഖകളും നൽകിയില്ല എന്ന് പറഞ്ഞ് ഒരു ബോക്സ് വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണത്തെ എതിർക്കില്ല, എന്നാൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും നൽകാൻ തയ്യാറുമല്ല. ഇതാണ് തിങ്കളാഴ്ചത്തെ PSC യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ചുരുക്കം എന്ന കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ഒപ്പം കർണാടകയിൽ മകൾക്ക് നിയമനം നൽകാൻ ശ്രമിച്ച PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കൂടി അതിനൊപ്പം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മാതൃഭൂമി. മറ്റൊന്ന്, അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ട് സുപ്രീം കോടതി തേടിയിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ആണ് ആ വാർത്ത. പ്രത്യേകിച്ച് UP സർക്കാരിനും ട്രസ്റ്റിനുമൊക്കെ തന്നെ നോട്ടീസ് അയച്ച കാര്യവും അതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത് ഉൾപേജിൽ മാതൃഭൂമി. അത് നാഥനില്ലാതെ കോൺഗ്രസ്, നയം പറയാനാകാതെ UDF എന്നാണ് അതിൻ്റെ തലക്കെട്ട്. KPCC അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് ഭാരവാഹികളുടെ പുനഃസംഘടന അനിശ്ചിതമായി നീളുന്നതിൽ വഴിമുട്ടി UDF. നല്ല ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടിയെന്ന ഒറ്റ
ഘടകം കാരണമാണ് ഇത് പരസ്യമായ തർക്കത്തിലേക്ക് പോകാത്തത് എന്നുകൂടി ആ വാർത്തയിൽ ഏതായാലും പറഞ്ഞു വെക്കുകയാണ് മാതൃഭൂമി. കായിക പേജിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ തലക്കെട്ട് ആദ്യ സെമിയിൽ ഡാലസ് ഡാൻസ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രണ്ട് താരങ്ങളുടെ റോഡ്രിയുടെയും ഒപ്പം തന്നെ എംബാപ്പയുടെയും ചിത്രം സഹിതമാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും സർക്കാരിനുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയുള്ള വാർത്ത തന്നെയാണ് ഇന്നും ഒന്നാം പേജിൽ ദേശാഭിമാനിയിലുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് പൂട്ട്, ചികിത്സാ സഹായം നിലച്ചു എന്നുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. അവയവമാറ്റം, അർബുദ ചികിത്സ ഉൾപ്പെടെ അടിയന്തര ആവശ്യത്തിനും സഹായമില്ല. സുതാര്യമായ വിതരണ രീതി അട്ടിമറിച്ച് അഴിമതി ലക്ഷ്യമിടുകയാണ് UDF സർക്കാർ എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞു വെക്കുന്നത്. ഡാറ്റ എൻട്രി നടക്കാത്തതിനാൽ വെബ്സൈറ്റിലുള്ളത് പഴയ കണക്കാണ് എന്നുകൂടി ആ വാർത്തയിൽ ഏതായാലും ദേശാഭിമാനി പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം ഇന്ന് കാപ്പ കേസ് പ്രതി സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞയാണ്. അതിൽ തന്നെ BJPക്ക് സർക്കാരിൻ്റെ കൈസഹായം എന്നാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. മറ്റൊന്ന് BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയെയും ഉപാധ്യക്ഷനെയും തള്ളി BJP എന്നാണ് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ദേശാഭിമാനി. NSS ജനറൽ സെക്രട്ടറിക്കും ശബരിമല തന്ത്രിക്കുമെതിരായ ഉപരാഷ്ട്രപതിയുടെയും KS രാധാകൃഷ്ണന്റെയും വിമർശനങ്ങൾ BJPയുടേതല്ല എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സഹിതമാണ് ഏതായാലും ആ വാർത്ത നൽകിയിട്ടുള്ളത് ദേശാഭിമാനി. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ രണ്ട് വാർത്ത ചേർത്ത് വെച്ചാണ് വീക്ഷണം ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒന്ന്, വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ഡോക്ടർ റാമിൻ്റെ മുൻകൂർ ജാമ്യം തള്ളി എന്നുള്ള വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ജലീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവാർഡ് വിതരണ ചടങ്ങിൽ KT ജലീൽ വിദ്യാർത്ഥികളെ പരസ്യമായി അവഹേളിച്ചു എന്ന വാർത്ത, അതിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന വാർത്ത. അതിന് റാം കെയർ ഓഫ് ജലീൽ എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് തീർച്ചയായും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും, സമീകരണത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, പൊളിച്ചടക്കും കിഫ്ബി എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. സമഗ്ര പുനഃസംഘടനയ്ക്ക് വിദഗ്ധ സമിതി എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ വീക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത്. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ സർക്കാരിനെ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഡോക്ടർ അഷീലിനെതിരെ വകുപ്പ് തല നടപടി, ബ്രേക്ക് ദ ചെയിൻ, ഗുരുതര ക്രമക്കേട് നടന്നു എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വീക്ഷണം നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ പദ്ധതിക്കായി ചെലവായത് 4,89,00,000 രൂപ, ഒപ്പം തന്നെ പർച്ചേസ് നടത്തിയ ടെൻഡർ നടപടികളില്ലാതെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ആ വാർത്തയാണ് നൽകിയിട്ടുള്ളത്. എല്ലാം അന്നത്തെ വകുപ്പ് മന്ത്രിയുടെ അറിവോടെ എന്ന് അഷീൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജന്മഭൂമി തുടർച്ചയായി നൽകുന്നുണ്ട്. ഇന്നും ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ആറന്മുള വിമാനത്താവള പദ്ധതി ടേക്ക് ഓഫിനിടെ ക്രാഷ് ലാൻഡിംഗ്, വിവാദ ഭൂമിയിൽ എയർ സ്ട്രിപ്പ് എന്ന് എബ്രഹാം കലമണ്ണിൽ പറഞ്ഞ കാര്യമാണ് ഏതായാലും ഒന്നാം പേജിൽ ഇപ്പോൾ ജന്മഭൂമി നൽകുകയും ചെയ്തിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. സ്വദേശികളെ വിദേശികളാക്കണ്ട എന്നാണ് അതിന് തലക്കെട്ട്. അസമുകാരെ വിദേശികളായി പ്രഖ്യാപിച്ച 27 വിധിന്യായങ്ങൾ റദ്ദാക്കി എന്നുള്ള വാർത്തയാണ് ഏതായാലും ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. മാധ്യമം ഇന്നലെ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഒന്നും കൂടി കോടതി വാർത്തയാണ്. അത് മദ്രാസ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. ഗോവധം നിരോധിച്ച മദ്രാസ് ഹൈക്കോടതി വിധിക്ക് സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ ഒന്നാം പേജിൽ ഏതായാലും മാധ്യമം നൽകുകയും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദി ഒരു ദേശീയ വാർത്തയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധാരണക്കാരെയൊക്കെ തന്നെ ഒരു മധ്യവർഗത്തെയൊക്കെ തന്നെ ബാധിക്കുന്ന ഒരു വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. വിമാന ടിക്കറ്റ് കൊള്ള തടയാൻ സുപ്രീം കോടതി, ചട്ടങ്ങൾ തയ്യാറെന്ന് കേന്ദ്രം, 10,000 രൂപയുടെ ടിക്കറ്റ് 40,000 രൂപ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വാങ്ങുന്ന നിരക്കൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട്, പക്ഷേ അതിൽ ചട്ടങ്ങൾ തയ്യാറായി എന്ന് കേന്ദ്രത്തിൻ്റെ വിശദീകരണവും സുപ്രീം കോടതി ഇടപെടലും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത് കേരള കൗമുദി. എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ ഇന്ന് മലയാള മനോരമ പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ സമാധാന ധാരണ പാഴ്വേലയാകുന്നു, പശ്ചിമേഷ്യൻ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുമ്പോൾ ആശങ്ക കനക്കുകയാണെന്നാണ് തലക്കെട്ട്. പ്രത്യേകിച്ച് ലോകത്തെ ആശങ്കയിലാഴ്ത്തി പശ്ചിമേഷ്യൻ പ്രതിസന്ധി വീണ്ടും കടുക്കുകയാണ്. ചില രാഷ്ട്രതലവന്മാരുടെ അടങ്ങാത്ത യുദ്ധവെറി സമാധാന പ്രതീക്ഷകളിൽ വിള്ളലേൽപ്പിക്കുന്നു. വെടിനിർത്തൽ ധാരണ പാലിക്കാതെ നടത്തുന്ന പ്രത്യാക്രമണങ്ങളാണ് ആശങ്കയിലേക്കും അനിശ്ചിതത്തിലേക്കും വീണ്ടും ലോകക്രമത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്നാണ് ഏതായാലും മലയാള മനോരമ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സേതുവിലേക്ക്.